ഒരു സീക്രട്ട് റെസിപ്പി പറഞ്ഞു തരട്ടെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ്, ചിക്കൻ ഫ്രൈഡ് റെസിപ്പി. അപ്പോൾ കണ്ടു നോക്കിയാലോ? ഫോളോ. ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ലെമൺ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് അരിപ്പൊടി. ചിക്കൻ ആദ്യമേ ഒരു പാത്രത്തിലോട്ട് നല്ല കഴുകി വൃത്തിയാക്കി ക്ലീൻ ആക്കി വെച്ചിട്ട് അതിനകത്തോട്ട് 1 സ്പൂൺ പെപ്പർ പൗഡറും സോൾട്ടും പിന്നെ നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് പിടിപ്പിക്കാം. ഓക്കെ, മാരിനേറ്റ് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് അത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ചില ഹസ്ബൻഡ്മാർ നമ്മളുടെ അടുത്ത് പറയും നമുക്ക് എണ്ണയിൽ തന്നെ വറുത്താലേ അവർക്ക് ഇഷ്ടമാവുള്ളൂ, അതായത് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വേണം, എന്നാൽ മാത്രമേ ചിക്കൻ കറിക്ക് ആ ഒരു ഫീല് കിട്ടുള്ളൂ എന്നൊക്കെ. ഇങ്ങനെ പിടിവാശി പിടിക്കുന്ന നമ്മുടെ ഹസ്ബൻഡ്മാരെ പറ്റിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ചിക്കൻ കൂട്ടനെ നന്നായിട്ട് മസാജ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്കതെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഒരു 30 മിനിറ്റ്സോളം ഫ്രിഡ്ജിലോട്ട് വെക്കണേ. ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് രാത്രിയിൽ ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ, ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡേ എടുക്കാം. ഇനി നമുക്ക് അതിനകത്തോട്ട് ചേർക്കാനുള്ള ഒരു സോസി സ്ട്രക്ചറുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ അരച്ചെടുക്കാം. അപ്പോൾ അതിനകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സബോള, അതെല്ലാം കൂടെ നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തു. പേസ്റ്റ് അല്ല, ഒരു ഇച്ചിരി വാട്ടർ കൺസിസ്റ്റൻസി വേണം, കാരണം നമ്മൾക്കത് ഡിപ്പ് ചെയ്തിട്ട് വേണം കുറച്ച് നേരം കൂടെ നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. ഇത് എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അതിനെ മാരിനേറ്റ് ചെയ്യണം. കൈ കൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് നമുക്കതിനെ ചിക്കനെ വീണ്ടും ഫ്രിഡ്ജിലോട്ട് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വെക്കാം. വെക്കുന്നതിന് മുമ്പ് നമുക്ക് അതിനകത്ത് ചേർക്കാനുള്ള മസാലകളും കൂടെ ആഡ് ചെയ്യാൻ മറക്കരുത്. ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മുളക് പൊടി, കുരുമുളക് പൊടി കുറച്ചും കൂടെ ചേർത്തിട്ടുണ്ട് ഞാൻ. എനിക്ക് ആ സ്പൈസിനെസ് ഇഷ്ടമായതുകൊണ്ട്. ഇത് മുളക് പൊടി നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതിനകത്തോട്ട് ഒരു 2-3 സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ആ മിക്സിനെ ഒന്ന് ബൈൻഡ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുക. ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, പക്ഷേ നന്നായിട്ടൊന്നും കൂടെ എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കണ്ടോ ആ ഒരു വാട്ടർ കൺസിസ്റ്റൻസി മാറിയിട്ട് ഇപ്പോൾ നമ്മുടെ എല്ലാ മസാലകളും നന്നായിട്ട് ആ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തെടുക്കും. ഇനി ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ തിക്ക് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എയർ ഫ്രയർ ആണ് കേട്ടോ. എണ്ണ ഉപയോഗിച്ച് നമ്മൾ ചെയ്യും, പക്ഷേ ഇപ്പം നമ്മൾ ഒരു 3/4 വേവും നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ എയർ ഫ്രയറിലാണ്. അപ്പോൾ എയർ ഫ്രയർ ഓൺ ആക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ ഓരോ പീസായിട്ട് നമുക്ക് പെറുക്കിയിടാം. എൻ്റെ എയർ ഫ്രയർ ഒത്തിരി വലുതല്ല, എൻ്റെ കപ്പാസിറ്റി ചെറുതായതുകൊണ്ട് ഞാനൊരു 3 പീസാണ് ആദ്യമേ ഇട്ട് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം എയർ ഫ്രയർ അതിൻ്റെ ഹീറ്റിംഗ് സെറ്റിങ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ 200 ഡിഗ്രി സെൽഷ്യസിൽ ഫോർ 20 മിനിറ്റ്സാണ് ഞാൻ യൂഷ്വലി ചെയ്യുന്നത്. എണ്ണയൊന്നും ഞാൻ ഈ ഒരു സ്റ്റേജിൽ യൂസ് ചെയ്യത്തില്ല, സ്പ്രേ ചെയ്യാനോ ഒന്നും. പിന്നെ അതിനകത്ത് ഓൾറെഡി നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ഉള്ളത് കൊണ്ട് അടിയിലൊന്നും പിടിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് മസാലയൊക്കെ നല്ലതായിട്ട് ഇറച്ചി പിടിച്ച് നമുക്ക് കിട്ടും. ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചായിരുന്നേ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് ഇനി പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ്സോളം വീണ്ടും വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഓവർനൈറ്റ് വെക്കാൻ ഞാൻ പറയത്തില്ല. നമ്മുടെ ഇതൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരിപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഒരു 3 പീസ് ചിക്കൻ നമ്മുടെ എയർ ഫ്രയറിനോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കത് എയർ ഫ്രയറിലോട്ട് കുക്കാനായിട്ട് വെക്കാം. ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത് മറക്കണ്ട, 200 ഡിഗ്രി ഇൻ 20 മിനിറ്റ്സ്. അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ്സ് ആകുമ്പോൾ നമ്മളതൊന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നമ്മളത് കുക്ക് ചെയ്യാനായിട്ട് വെക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം. അപ്പോൾ കുറച്ചൊരു 10 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ഇതുപോലെയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇതിനെ പുറത്തോട്ട് എടുത്തിട്ട് ഒരു 2 സ്പൂൺ എണ്ണ എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു 2-3 തണ്ട് കരിവേപ്പില ഇടുക, ആ എണ്ണയൊന്ന് ഫ്ലേവർ ആക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അതെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് 2 സൈഡ് നന്നായിട്ട് റോസ്റ്റ് ആയി കിട്ടും. ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ചിക്കൻ ഒരു ഹാഫ് കുക്കേ ആയിട്ടുള്ളൂ കേട്ടോ. ഇനി അതൊരു ഫുൾ കുക്ക് ആക്കി എടുക്കണമെങ്കിൽ എണ്ണയിൽ നമ്മൾ അധികം നേരം ചിക്കൻ എണ്ണ പിടിക്കാൻ വേണ്ടി നമ്മൾ വെക്കത്തില്ല. ഒരു ജസ്റ്റ് ഒന്ന് ആ മസാലയെല്ലാം ഒന്നൊരു മുരിഞ്ഞ് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും എടുക്കും. കണ്ടോ, അധികം എണ്ണ പോലും നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, കുറച്ച് എണ്ണയുള്ളൂ. ഇനി അതിനകത്ത് നിന്ന് 2 സൈഡും ഒന്ന് മുരിച്ചെടുത്താൽ മതി മസാല. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളിത് എയർ ഫ്രയറിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് വീണ്ടും നമ്മൾ ബാക്കിയുള്ള 10 മിനിറ്റ്സും കൂടെ കുക്ക് ചെയ്തെടുക്കും. അപ്പം ആ ഒരു ഓയിൽ സ്പ്രെഡ്, അതായത് ആദ്യമേ നമ്മൾ സ്പ്രേ ചെയ്യേണ്ട കാര്യമില്ലല്ലോ.
എന്നിട്ട് നമ്മുടെ അത് രണ്ടാമത് ഞാൻ കുക്ക് ചെയ്തായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വാഷിങ്ങിന് എയർ ഫ്രയർ ഇട്ടത്. ഭയങ്കര ഈസിയാണ് കഴുകാനായിട്ട്, കാരണം ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഊരി മാറ്റാൻ പറ്റുന്നത് കൊണ്ട് അടിയിൽ ആ ഒരു സെഡേഷൻ വരുമെന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ നന്നായിട്ട് ഒന്നുകൂടെ മുരിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എയർ ഫ്രയറിൽ വീണ്ടും ചെയ്തായിരുന്നു കേട്ടോ. അത് കാണിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. നമ്മളപ്പോൾ ചിക്കൻ സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു ചട്നി ഇല്ലെങ്കിൽ അത്രയ്ക്കൊരു സുഖമില്ലല്ലോ. അപ്പോൾ നമുക്കൊരു പുതിന ചട്നിയും കൂടെ ഉണ്ടാക്കാം. ആ ഇരിക്കുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് ഉറ കൊണ്ടുവന്ന് ഒഴിച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്ന മോര. അപ്പം അതിനകത്തോട്ട് നമുക്ക് കുറച്ച് പച്ചമുളക്, അധികം വേണ്ട, ഒരു ഇച്ചിരി പച്ചമുളകും, പിന്നെ നമ്മുടെ ഇലകളായ പുതിന, പിന്നെ കൊറിയാണ്ടർ ലീഫ്, പിന്നെ 2-3 സ്പൂണ് നമുക്ക് ആ തൈരും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഉപ്പൂടണേ. എനിക്ക് ഇത്രയ്ക്ക് പുളി അങ്ങ് ഇഷ്ടമല്ല ഇത്, പക്ഷേ ജെറിക്ക് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ആ തൈര. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇവിടെ നിന്ന് മേടിക്കുന്ന ബൽദനയുടെ അല്ല ഡാൻഡിയുടെയോ തൈര് ഉപയോഗിക്കാവുന്നതാണ്. അതാണ് കുറച്ചും കൂടെ ഒരു മൈൽഡ് ഫ്ലേവർ തരുന്നത്. ഇച്ചിരിയും കൂടെ ഒരു പുളിയൻ ഫ്ലേവർ ആയിരിക്കുമേ. അത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പം ചട്നി അതോടുകൂടി റെഡിയാവും. ഇനി നമുക്ക് നമ്മുടെ പ്ലേറ്റ് സെറ്റ് ചെയ്തെടുക്കാം. ഒരു വൈറ്റ് കളർ പ്ലേറ്റ് എടുത്തു. നമ്മുടെ ചട്നി ഞാൻ അതിൻ്റെ വീട്ടിലോട്ട് പോർ ചെയ്തിട്ട് ഒന്നൊരു എസ്തറ്റിക് സ്റ്റൈലിലൊക്കെ ഈ കുക്കിംഗ് വീഡിയോ ഷോ കാണുന്നത് പോലെ അതൊന്ന് ടാപ്പ് ചെയ്തിട്ട് അതൊക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അത് പാളിപ്പോയി. ബട്ട് യു ക്യാൻ ട്രൈ മേക്കിംഗ് ഇറ്റ് ലിറ്റിൽ മോർ തിക്ക്. എൻ്റെ ചട്നി ഇച്ചിരി ലൂസായിരുന്നു. മേ ബി അതായിരിക്കണം റീസൺ. സോ നടുക്കോട്ട് നമ്മുടെ ചട്നി അങ്ങ് ഒഴിച്ച് ഞാനൊരു ടാപ്പ്, പക്ഷെ അത് അത്രയ്ക്ക് അങ്ങ് സ്പ്രെഡായില്ല കൈസ്. എനിഹാവ് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഫ്രൈൻ്റെ സൈഡിലോട്ട് ബ്യൂട്ടിഫുള്ളി അറേഞ്ച് ചെയ്ത് വെക്കണം. ആ ചിക്കൻ്റെ കോട്ടിങ് ചെയ്തിരിക്കുന്ന മസാലയെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതൊന്ന് വീണ്ടും നമ്മൾ 10 മിനിറ്റ് റിമൈനിങ് ഉണ്ടല്ലോ നമ്മുടെ എയർ ഫ്രയറിനകത്ത്, അതും കൂടെ ചെയ്യണം കേട്ടോ. എന്നാലേ ഉള്ളൂ കംപ്ലീറ്റ് കുക്കിംഗ് വരത്തുള്ളൂ. ആ പിങ്ക്നെസ് ഉള്ളിലത്തെ മാറുള്ളൂ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ കട്ട് ചെയ്യാൻ മറന്നിരുന്നു ചിക്കൻ ലൈക്ക് സ്ട്രൈപ്സ് ഇടാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം കേട്ടോ. പിന്നെ ഇതൊന്ന് ഇച്ചിരിയും കൂടെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ഓണിയൻസ് കട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ ഒണിയൻസും കൂടെ കട്ട് ചെയ്ത് ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു ടിപ്പും കൂടെ പറയാനുള്ളത്, ഞാൻ ജസ്റ്റ് കരിവേപ്പില മാത്രമേ ഓയിലിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കാടപ്പം കൂടെ ക്രഷ് ചെയ്തിടാം. അപ്പോൾ നമുക്കൊരു ഈ തട്ടുകട സ്റ്റൈൽ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ കിട്ടും. കുറച്ചൊരു വ്യൂ വരാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ കരിവേപ്പില ഉണ്ടല്ലോ ചിക്കൻ്റെ കൂടെ, അതും കൂടെ ഞാൻ പ്ലേറ്റിലോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഡിഷ് റെഡിയായി സെർവ് ചെയ്യാനായിട്ട്. ഉച്ചയ്ക്ക് ഞങ്ങൾ ബിരിയാണി ആയിരുന്നു കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ചിക്കൻ ഫ്രൈയും കൂടെ സെർവ് ചെയ്തു. അക്കോർഡിംഗ് ടു ജെറി അവന് മനസ്സിലായതേ ഇല്ല നമുക്ക് ഇത് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിരിക്കുന്ന എയർ ഫ്രയറിലാണോ അതെയോ ഓയിലിനകത്താണോ എന്ന് ആൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയതേ ഇല്ല. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ബാക്കിയുള്ളവർക്ക് ആർക്കും പറ്റില്ലെന്ന്. കാരണം ജെറമോന് ഇച്ചിരി ഓൾ സ്ട്രിക്റ്റ് ആണ് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.